ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തൊപ്പിയും തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഷമീർ അവൻ്റെ ഗ്യാങ്സിൻ്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കുറേയധികം പേർക്ക് ഈ ഒരു ഷമീറിൻ്റെ കാര്യമൊക്കെ അറിയാമായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് നടത്തിയതും അതിന് പിന്നാലെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, അതിന് മറുപടിയായിട്ട് പിന്നെ ഒരു ടെസ്റ്റ് നടത്തിയ കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങളും ഈ ഒരു തൊപ്പിയുടെ ഗ്യാങ്ങും തമ്മിലുള്ളത് പ്രശ്നങ്ങളും പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്തൊക്കെയാണ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ടെസ്റ്റ് ഉണ്ടെങ്കിൽ വെളിയിൽ വന്ന സമയത്ത് ഫേക്കാണെന്ന് പറഞ്ഞ് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറാണ്. ആ ഒരു സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ എങ്ങനെയാണ് ഇത് ഫേക്കാണ് തെളിയിച്ചുള്ള ഒരു കാര്യം, പിന്നെ ആ ഒരു ടെസ്റ്റ് എടുത്ത ലാബിൻ്റെ ഓണറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജൻറ്റ്. അതിനെക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കോ. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങിനെയും കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി, തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. ഈ ഒരു യൂട്യൂബറിൻ്റെ കൂടെ വന്നിട്ടുള്ളവൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഈ ഒരു ഷമീർ, ജാസി, മമ്മു എന്ന് പറഞ്ഞ് കുറേയധികം പേര് ഒരു ഗ്യാങ് ആയിട്ടുണ്ടായിരുന്നു. MRC ഗ്യാങ് എന്നാണ് ഇവരെ പറയുന്നുണ്ടായിരുന്നത്. കുറേ നാളായിട്ട് ഇവർ ഒരുമിച്ച് സ്ട്രീമിലൊക്കെ വന്ന് കുറേയധികം കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടും. കോമാളിത്തരങ്ങളൊക്കെയാണ് അവർ ലൈവിൽ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നത്. കുറേയധികം കുട്ടികൾ ഓഡിയൻസൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ മുതിർന്ന കുറേയധികം പേരും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവരെങ്ങനെ വന്ന് ലൈവിലൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹെയറിലൊക്കെ പോകുന്നവരാണ്. എന്തായാലും കുറച്ച് നാൾക്ക് മുമ്പുണ്ടെങ്കിൽ ഇവർ സെപ്പറേറ്റഡായി, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് ഇവർ സെപ്പറേറ്റഡായി എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം ഈ ഒരു ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ വേറൊരു ചാനലിൽ വന്നിട്ട് ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്ട്രീമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇതിനെക്കുറിച്ചൊന്നും എന്തുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച സമയത്ത് മറുപടിയോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേ നാളായിട്ട് കുറേയധികം പേര് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഈ ഒരു ഷമീറും മമ്മുവും അതുപോലെ തന്നെ ജാസി എന്നൊക്കെ പറഞ്ഞ് തൊപ്പിയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആൾക്കാർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു തൊപ്പിക്കെതിരെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇത്രയും നാൾ നിന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളെ കുറേയധികം കാര്യങ്ങൾ ആ ഒരു സ്ട്രീമിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജെട്ടിയിട്ട് ഡാൻസ് കളിച്ച് അങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഈ ഒരു വ്യക്തി പൈസ തരും എന്നുള്ള രീതിയിൽ, അവിടെ നിൽക്കുന്നതിന് ഒരു സാലറി തരുന്നു എന്നുള്ള രീതിയിൽ ഈ തൊപ്പി ലൈവിലൂടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ ആ പറഞ്ഞതൊക്കെ കള്ളമാണ്. അവൻ ഞങ്ങൾക്ക് ഒരു പൈസ പോലും തന്നിട്ടില്ല. ഈ ഒരു ജാസി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അവിടെ പാചകം ചെയ്യാൻ വന്നതാണ്, അവന് പോലും നേരെ ചൊവ്വേ പൈസ കൊടുത്തിട്ടില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പിന്നെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ വേറെ എഡിറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വന്നവരെല്ലാം പൈസ കൊടുക്കാത്തതുകൊണ്ട് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ കൂലിപ്പണിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുവാണ്. ഈ തൊപ്പി നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, കുറേയധികം പേർക്ക് സഹായമൊക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വീഡിയോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അവന് പൈസ കിട്ടും എന്നുള്ളത് ഉറപ്പ് കൊണ്ടാണ്. ഇപ്പം ഇതേ കണക്ക് ആൾക്കാരെ സഹായിക്കുന്ന കണക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവന് അത് കാണുന്നവരിൽ നിന്ന് ഈ ഒരു യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടും. അതിനു മാത്രം വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തൊപ്പി ഒരു നല്ല വ്യക്തിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഈ ഒരു തൊപ്പിക്കെതിരെയൊക്കെ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആരോപണം വന്നതിന് ശേഷം തൊപ്പിയുടെ മറുപടിയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. തൊപ്പി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൊപ്പി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷമീറൊക്കെ പറയുന്നത് കള്ളമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആണ് ഈ ഒരു തൊപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് കുറേയധികം കാര്യങ്ങൾ ഈ ഒരു തൊപ്പി പറയുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവർ ലഹരിയൊക്കെ ഉപയോഗിക്കും എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എനിക്കറിയാം. കുറേയധികം ഈ ഒരു ഡീലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് കൂടിയ സമയത്താണ് താൻ വഴക്കിടുകയൊക്കെ ഈ ഒരു വ്യക്തിയായിട്ട് വഴക്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ പിരിയേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വീഡിയോയും ഈ ഒരു തൊപ്പി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷമീർ ഉണ്ടെങ്കിൽ പേഴ്സണലായി ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു ആണൊക്കെ ഒരു റൂമിൽ ഇരുന്ന അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ സമയങ്ങളിൽ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു മമ്മു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുണ്ട്, അവനും കൂടി അടുത്തുണ്ടായിരുന്നു. അപ്പം ഇവർ തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ തൊപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്ത് വിട്ടതിന് പിന്നാലെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട്
കമൻസും കാര്യങ്ങളും ഈ ഒരു ഷമീറിന് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നീ അങ്ങനെ ഉള്ള ആളാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് നെഗറ്റീവ് കമൻസ് വരാൻ തുടങ്ങി. ഇതിന് പിന്നാലെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഷമീർ മറുപടിയായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ തൊപ്പിക്കെതിരെ കുറേയധികം ആരോപണം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊക്കെ ലഹരിയൊന്നും അങ്ങനെ ഉപയോഗിക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവനില്ലാത്ത കാര്യങ്ങൾ പറയും. ഇവനാണ് ഇതിൻ്റെ എല്ലാം മെയിനായിട്ടുള്ള ഒരാൾ. ഇവൻ്റെ കയ്യിലാണ് പൈസയൊക്കെ കുറേ ഉള്ളത്. ഇവനെ എല്ലാ ഡീലും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. പിന്നെ ആ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു, അത് സ്വകാര്യം എൻ്റെ ഒരു ടൈമിങ്ങിന് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ഞാൻ മറ്റേതാണ് അല്ലെങ്കിൽ ഒരു മോശം ആളാണ് എന്നൊന്നും അല്ല അതിനർത്ഥം. ഈ ഒരു തൊപ്പി ഉണ്ടെങ്കിൽ ഇതെല്ലാം വഴി തിരിച്ച് മാറ്റാനുള്ള അവൻ്റെ മേലേക്ക് വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയാണ് എനിക്ക് നേരെ വന്നത് എന്നുള്ള രീതിയിൽ ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തൊപ്പിക്കെതിരെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുമായിട്ട് ഇവൻ ബന്ധത്തിലേർപ്പെട്ടു എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേയധികം പേരുമായിട്ട് ബന്ധത്തിലേർപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ഒരു ചർച്ചാ വിഷയം വരെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലഹരി ഇവനാണ് എന്നുള്ള രീതിയിലൊക്കെ തൊപ്പിയാണ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം കുറേയധികം പേര് തൊപ്പിക്കെതിരെ നെഗറ്റീവ് പറയാൻ തുടങ്ങി. അതിനുശേഷം ലൈവ് എന്ന ഒരു വീഡിയോയിൽ വന്നിട്ട് വരുന്നതിനേക്കാൾ ഇവനുണ്ടെങ്കിൽ പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തൊപ്പി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് ഇനിയല്ല നിയമമായിട്ട് ഞാൻ മുമ്പോട്ട് പോവാണ്, ഇവനെയൊക്കെ കൊടുക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഷമീർ ലൈവിൽ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് ഇവനും ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വാ, എന്നാലേ ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അതെന്താണ് തൊപ്പി വരാത്ത എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കണക്ക് ഷമീറും ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈവിൽ വന്നപ്പോൾ ഷമീർ ഉണ്ടെങ്കിൽ ഈ തൊപ്പിയും മറ്റുള്ള പെൺകുട്ടികളെ പറ്റി അനാവശ്യം പറയുന്ന വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു യൂട്യൂബറിൻ്റെ കൂടെ നടക്കുന്ന ഒരു പെണ്ണിനെ പറ്റിയൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വോയിസൊക്കെ പുറത്ത് വന്നപ്പോഴത്തേനും തൊപ്പി അതിന് മറുപടിയായിട്ട് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ AI ആണ്, ഇവന്മാർ ചുമ്മാ ഓരോന്നുണ്ടാക്കി പറയുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും തൊപ്പി അവസാനം ഇട്ട വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഇനിയെല്ലാം നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോവാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തൊപ്പിയെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു. അതിനുശേഷം ഈ ഷമീർ ഉണ്ടെങ്കിൽ ഏതോ ഒരു ഒളിച്ചൊക്കെ ഇവിടെ താമസിക്കുവാണ്, ഞാൻ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കെതിരെ അന്വേഷണമൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് എവിടെ ഒളിച്ചിരുന്നുകൊണ്ട് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ ഒരു തൊപ്പിയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗിച്ചില്ല എന്നുള്ളത് ടെസ്റ്റ് എടുക്കാൻ റെഡിയാണ് എന്നൊക്കെ ഈ ഒരു ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും പറയുന്നതിനനുസരിച്ച് ആൾക്കാർ വന്ന് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു, നീ പോയി ടെസ്റ്റ് ചെയ്ത് ഞങ്ങളെ കാണിക്കുക എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഷമീർ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോയി വന്നിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോപ്പി റിസൾട്ടിൻ്റെ കോപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിൽ നെഗറ്റീവാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഈ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ ഷമീറിനെ നെഗറ്റീവായിട്ട് പറഞ്ഞവർ പോലും ഭയങ്കരമായിട്ടോ ഞങ്ങൾ വിചാരിച്ചു നീ ഇത് കണക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യം തൊപ്പിയൊപ്പം പറഞ്ഞാൽ കള്ളമാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് സപ്പോർട്ടായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണ, ഒരു യൂട്യൂബറായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് നീ ആ ഒരു കാണിച്ചതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോപ്പിയാണ്, ഹാർഡ് കോപ്പി അല്ല. അതായത് ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് വരുമ്പോഴത്തേനും ലാബിൽ നിന്ന് തരുന്ന ഹാർഡായിട്ടുള്ള കോപ്പിയല്ല നീ കാണിച്ചിട്ടുള്ളത്, അതിൽ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഉൾപ്പെടെ കാണിക്കണമായിരുന്നു. ഇതുണ്ടെങ്കിൽ സോഫ്റ്റ് കോപ്പി നീയായിട്ട് എടുത്തതാണ്, ഇതിൽ നിനക്ക് തിരിമറി നടത്താൻ പറ്റും. പക്ഷേ മറ്റേ ഹാർഡ് കോപ്പി കാണിച്ചാൽ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റൂ, അത് നീ കാണിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ അവിടുത്തെ PDF ആയിട്ട് അയച്ചു തരും, അതിൽ പാസ്വേഡ് അടിച്ച് മാത്രമേ കയറാൻ പറ്റൂ. അതാണെങ്കിൽ നീ എനിക്ക് അയച്ചതാ, ഞാനുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് അത് നോക്കിയിട്ട് അതിൽ കയറി നോക്കിയിട്ട് നീ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. കാരണം നീയൊക്കെ പറയുന്നത് പലതും കള്ളമാണ് എന്നുള്ളതാണ് മനസ്സിലാവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷമീറെ നിനക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ സത്യമാണ്, നീ പറയുന്നത് സത്യമാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി നീ ഉണ്ടെങ്കിൽ ഹാർഡ് കോപ്പി പുറത്ത് വിടണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് വന്ന് ഈ ഒരു സീക്രട്ട് ഏജൻറ്റിനെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇവൻ തൊപ്പിയുടെ കൂട്ടുകാരനാണ്, തൊപ്പിക്ക് സപ്പോർട്ടായിട്ട് വരുവാണ്, ഈ ഷമീറിനെ നാറ്റിക്കാനൊക്കെയുള്ള ശ്രമമാണ്, നെഗറ്റീവ് പറയാനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഈ ഒരു സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞൊരു കാര്യം ഞാൻ സത്യത്തിനോടൊപ്പമാണ്, അതിപ്പം തൊപ്പി ചെയ്ത കാര്യമാണെങ്കിൽ ഞാൻ അത്ര ശരിയാണെന്നൊന്നും പറയുന്നില്ല, അവനും ശിക്ഷ കിട്ടണമെങ്കിൽ ശിക്ഷ കിട്ടണം. പക്ഷേ ഇവൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ എനിക്കത്ര കറക്റ്റല്ല, ആ ഒരു ഹാർഡ് കോപ്പി കാണിച്ചാൽ മതി, വാട്ടർമാർക്കുള്ള അതൊക്കെ കാണിച്ചാൽ മതി, ഞാൻ വിശ്വസിച്ചോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഷമീർ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ, ഞാൻ എല്ലാവരെയും തെളിയിക്കാൻ വേണ്ടി അത് നടത്താം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം മുമ്പ് ഇത് കണക്ക് ഒരു ഷമീർ ലൈവായിട്ട് ഈ ഒരു
ലാബിൽ പോവുകയും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോ അതിന് ശേഷം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയതിന് ശേഷം ആ റിസൾട്ട് തുറന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നെഗറ്റീവാണ് വന്നതെന്നുള്ളൊരു കാര്യം. എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ഇനി കുറേയധികം പേര് തനിക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കയറി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സൈറ്റിലൊക്കെ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് ആ ഒരു വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈറ്റ് എന്ന് പറയുന്ന റിസൾട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഹാർഡ് കോപ്പിയൊക്കെ കാണിക്കുമ്പോൾ അതിലൊരു നമ്പറുണ്ട്. അത് ഇതിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും അതിൽ കയറി നോക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഷമീർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ കണക്കിന് സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റായിട്ട് അവനിട്ട കാണിച്ചെന്ന ആ ഒരു റിസൾട്ടിന് ആ ഒരു നമ്പറുണ്ട്, അത് ടൈപ്പ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇവൻ കാണിച്ച കണക്ക് തന്നെ ഈ ഒരു റിസൾട്ടാണ്, നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ സായി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിന് മുമ്പ് ഇവൻ ആദ്യമേ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇത് കണക്ക് സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള ഈ സായി വന്നിട്ട് ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവൻ കാണിച്ച അതിനകത്ത് ഇത് കണക്കൊരു നമ്പറുണ്ട്, ഈ ഒരു റിസൾട്ടിനകത്ത്. ആ നമ്പറുണ്ടെങ്കിൽ ഇതിൽ കൊണ്ടുപോയി അടിക്കുകയും അതുപോലെ തന്നെ അന്നത്തെ ഡേറ്റും അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത്. അതും കൂടി ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എന്താണ് റിസൾട്ട് വന്നതെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ സോഫ്റ്റ് കോപ്പി ആയിട്ടാണല്ലോ അവൻ കാണിച്ചത്, ഹാർഡ് കോപ്പി അന്ന് കാണിച്ചില്ലല്ലോ. അപ്പോൾ അവൻ്റെ ആ ഒരു റിസൾട്ട് നോക്കിയപ്പോൾ കാരണം അതിനകത്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നുണ്ടെങ്കിൽ അവൻ കാണിച്ചത് സോഫ്റ്റ് കോപ്പിയാണ്, അത് തിരുത്തിയതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പുറത്ത് വിട്ടുകൊണ്ടാണ് സായി ഉണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കയറി അവൻ ലിങ്കായിട്ട് ഇട്ട് തന്ന ആ ഒരു സൈറ്റിൽ തന്നെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അവൻ്റെ പഴയ വീഡിയോ പോയാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടിൻ്റെ അതിൽ തന്നെ ആ ഒരു നമ്പർ കിടപ്പുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഡേറ്റും അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് അന്നത്തെ യഥാർത്ഥ റിസൾട്ട് കാണാൻ പറ്റും. അങ്ങനെ എല്ലാവരും അത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഈ ഷമീർ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർക്കെല്ലാം മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഷമീർ ഉണ്ടെങ്കിൽ ആൾക്കാരെ പറ്റിക്കുമായിരുന്നു, ഇവനും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും വന്ന് ഇത് വീഡിയോയിൽ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു, നീ ആൾക്കാരെ പറ്റിക്കുകയാണല്ലേ, നിനക്കും ശിക്ഷ കിട്ടണം, നീ ഇത് കണക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നീ തൊപ്പിയുടെ പേര് മാത്രമാണ് പറയുന്നത്, നീ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ഇതെല്ലാം പുറത്ത് കൊണ്ടുവന്നത് സായിയാണ്, അവനെ ഞങ്ങൾ കുറേയധികം പേര് കള്ളമാണ്, ഇവൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുവാണ് എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അവൻ പറഞ്ഞതാണ് ഇപ്പോൾ സത്യമായത്, നീ ഇനി ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷമീറിനെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം ഷമീർ ഇതിനെതിരെ പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു സായി എന്ന് പറഞ്ഞ സീക്രട്ട് ഏജൻ്റ് ഉണ്ടെങ്കിൽ വേറെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലാബിൻ്റെ ഓണർ ഇതേ കണക്ക് ഇതെല്ലാം കള്ളമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞൊരു കാര്യം, നിനക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റും, നീ ഒരു ലൈവിൽ വന്നിട്ട് എന്തും കാണിച്ചാൽ എല്ലാവരും വിശ്വസിച്ച് പോകുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാവരും അങ്ങനല്ല എന്നാണ് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന സായി കൃഷ്ണയെ എതിർത്തവർ പോലും ഇപ്പോൾ സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഷമീറിന് വളരെയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും അവനുണ്ടെങ്കിൽ നീ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ കമൻ്റ് ഇടുന്നത്.